ശ്രീ എം ആർ അഭിലാഷ്, ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് നിഷികാന്ത് ദുബെയുടെ പരാമർശം. നിഷികാന്ത് ദുബെ വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ്. നേരത്തെയും പല പ്രതികരണങ്ങളും ഈ രൂപത്തിൽ നടത്തുമ്പോൾ പാർട്ടി അത് തള്ളിക്കളയുന്നു. പക്ഷേ വീണ്ടും പറയാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങൾ നടത്തുന്നു എന്ന പരാമർശം നടത്തുന്ന സാഹചര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിന്മേൽ ഒരു സ്റ്റേ ഉണ്ടാകുമോ? അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മെയ് 5-ാം തീയതി പരിഗണിക്കുമ്പോൾ അതിന്മേൽ എന്താകും തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക BJPയെ സംബന്ധിച്ചുണ്ട്, ഭരണപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. ഈ പ്രതികരണത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും പറഞ്ഞു പോകുന്നു എന്ന രൂപത്തിലാണോ കോടതി കാണേണ്ടത്, അതോ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലെ സ്വമേധയാ കേസെടുക്കേണ്ടതാണോ? ഇത് ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ് സ്മൃതി. കാരണം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, അതായത് ഇപ്പോൾ ഈ വഖഫ് കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ബെഞ്ചിന്റെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് രാജ്യത്ത് മതയുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഒരു രാഷ്ട്രീയക്കാരൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടംപ്റ്റ് ആണ്, ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ്, ഒരു സംശയവുമില്ല. കോടതി അലക്ഷ്യ നിയമം 1971 സെക്ഷൻ 2 വിവരിച്ചിരിക്കുന്ന രീതിയിൽ സ്കാൻഡലൈസിങ് ദ ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയെ സ്കാൻഡലൈസ് ചെയ്യുകയാണ്. ഒരു തരത്തിലും ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്നോ ഒരു സാമാജികനിൽ നിന്നോ വന്നുകൂടാത്ത തരത്തിലുള്ള പൂർണ്ണമായിട്ടും നിഷിദ്ധമായിട്ടുള്ള ന്യായാധിപന്മാരെ പേരെടുത്ത് പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുകയാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. കോടതിയിൽ വിധി പറഞ്ഞ അല്ലെങ്കിൽ കേസ് കേട്ട് ഉത്തരവിടാൻ തയ്യാറായിരിക്കുന്ന ജഡ്ജിമാരെ വ്യക്തിപരമായി ആക്രമിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാ അതിന് മറുപടി കൊടുക്കുന്നത്? നേരത്തെ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ അവർക്ക് മറുപടി കൊടുക്കുവാൻ ഒരു അവസരം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു രൂക്ഷമായിട്ട് ജഡ്ജിമാരെ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനെ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിലാണ് ഈ അക്രമത്തിന്റെ പോർമുന ചീഫ് ജസ്റ്റിസിന്റെ നേരെ തന്നെ ചെല്ലുന്നത്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തി. ഞങ്ങൾ ജഡ്ജിമാരായി കേസ് കേൾക്കുവാനിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മതം നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു, ഞങ്ങൾ ന്യായാധിപർ മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ പുറത്ത് ഒരു രീതിയിലും ആട്രിബ്യൂട്ട് ചെയ്തുകൂടാ എന്നുള്ളത് പൗരബോധമുള്ള ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നിരിക്കെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ബോധ്യവും ഉള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കോടതികൾ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കരുത്, നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നടപടി എടുത്തുകൊണ്ടും അവരുടെ പ്രകോപനത്തിനെ ശമിപ്പിക്കുവാൻ സാധ്യതയില്ല. കാരണം ഇത്തരത്തിൽ ന്യായാധിപരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് എങ്കിൽ അതിന്റെ പേരിൽ ജയിലിൽ പോകുമ്പോൾ അവർ കൂടുതൽ സ്വീകരിക്കപ്പെടുകയും അവർ മാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അപ്പം കോടതി അലക്ഷ്യ നിയമപ്രകാരം സ്വമേധയാ സുപ്രീം കോടതിക്ക് നടപടിയെടുക്കാൻ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തികൾക്ക് വേണമെങ്കിലും ഇതിനെതിരെ കോടതി അലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒന്നാണ്. അറ്റോർണി ജനറലിന് പരാതി കൊടുക്കാൻ കഴിയുന്നതാണ്. അറ്റോർണി ജനറലിന്റെ അനുമതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് തന്നെ ഈ വിഷയം കൊണ്ടുവരാൻ കഴിയുന്നതാണ്. വളരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തീർത്തും അപലപനീയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എത്ര വലിയ വ്യക്തിയാണെന്നുണ്ടെങ്കിലും കോടതി അലക്ഷ്യ നിയമപ്രകാരം നടപടിയെടുക്കുവാൻ കോടതിക്ക് പ്രാപ്തിയും അധികാരവും ഉണ്ട്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം 129-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിയിൽ അന്തർലീനമായിട്ടുള്ള അധികാരമാണ് കോടതി അലക്ഷ്യ അധികാരം എന്നുള്ളത്. അത് പാർലമെന്റിന്റെ 71 നിയമം ഒന്നും തന്നെ കോടതിയുടെ കരങ്ങൾ ബന്ധിക്കുന്നില്ല. അതൊരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്നതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും പാർലമെന്റ് നിയമത്തിന് അതീതമായിട്ട് വരെ വേണമെങ്കിലും കോടതി അലക്ഷ്യ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം സുബ്രത റോയ് കോടതി അലക്ഷ്യ നിയമപ്രകാരം പരമാവധി ശിക്ഷ 6 മാസമാണെങ്കിലും സുബ്രത റോയ് 1.5 വർഷത്തോളം ജയിലിൽ കിടക്കുകയാണ് ഉണ്ടായത്. മലയാളി ന്യായാധിപൻ കൂടിയായിരുന്ന ജസ്റ്റിസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് കെഹാറും അടങ്ങിയ ഒരു 2-അംഗ ബെഞ്ചാണ് അദ്ദേഹത്തെ 1.5 വർഷത്തോളം എപ്പോഴാണോ സെബിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പണം കൊടുക്കുന്നത് അന്ന് മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്ന് സുപ്രീം കോടതിയിലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും പ്രാഗൽഭ്യവും ഉള്ള രാം ജത്മലാനി ഉൾപ്പെടെയുള്ള അഭിഭാഷകർ വന്ന് ഡിഫെൻഡ് ചെയ്തിട്ട് കൂടിയും അതിനൊന്നും തന്നെ മുഖം കൊടുക്കാതെ 129-ാം വകുപ്പ് പ്രകാരം ഉത്തരവ് പാസാക്കിയ കോടതിയുള്ള നാടാണ്. അപ്പൊ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് വളരെ മാന്യമായിട്ടാണ് ഹിയറിംഗ് നടത്തിയത് എന്ന് മാത്രമല്ല കോടതിയെ ആർക്കും തന്നെ മിസ്ലീഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കോടതിയുടെ ദിഷണ മുഴച്ചു നിൽക്കുന്ന ഒരു ഹിയറിംഗ് ആയിരുന്നു. കോടതിയുടെ ഗരിമ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കപ്പെട്ട ഒരു ഹിയറിംഗ് ആയിരുന്നു. കോടതി ചോദിച്ച ചോദ്യങ്ങളോട് വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ കക്ഷികൾക്ക് കഴിയാതെ വരിക, റെസ്പോണ്ടന്റിന് കഴിയാതെ വരിക എന്ന് പറയുന്ന സാഹചര്യം കോടതി എത്രത്തോളം ഇത് പഠിച്ചിരുന്നു എന്നുള്ളത്, തങ്ങളുടെ ഭാഗത്തു നിന്ന് എഫർട്ട് എടുത്തിട്ട് പഠിക്കുന്നു,
ഞങ്ങൾ ന്യായാധിപരാകുമ്പോൾ ജാതിയും മതവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു ഈ ബെഞ്ചിലിരുന്ന് കേസ് കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിന്റെ അന്തസ്സത്തെയെങ്കിലും മാനിക്കുവാനുള്ള ഒരു മര്യാദ രാഷ്ട്രീയ പ്രവർത്തകർ കാട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. തികച്ചും സങ്കടകരമാണ്. തീർച്ചയായും ആ ഒരു വിധി മാത്രമല്ലല്ലോ ഇപ്പോൾ താങ്കൾ പറയുന്നത് നിഷികാന്ത് ദുബെയുടെ കാര്യത്തിലാണ്. അത് മാത്രമല്ലല്ലോ ഇപ്പോൾ ഉപരാഷ്ട്രപതി നടത്തിയിരിക്കുന്ന പ്രതികരണം പ്രധാനമാണല്ലോ. ന്യൂക്ലിയർ ആക്രമണമാണ്, ജനാധിപത്യത്തിനെതിരെ ന്യൂക്ലിയർ ആക്രമണമാണ് സുപ്രീം കോടതി നടത്തുന്നത് എന്നാണ് ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിച്ചുകൊണ്ട്. അതിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടും രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് എത്തുന്ന ബില്ലുകൾ അങ്ങനെ കാലാകാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊരു കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുക്കുകയാണല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രതികരണം അതാണ്, ജനാധിപത്യത്തിനെതിരെ ന്യൂക്ലിയർ ആക്രമണമെന്ന്. അപ്പോൾ ഒരു കാര്യത്തിലല്ല, വിവിധ വിഷയങ്ങളിൽ വിവിധ നേതാക്കൾ പല രൂപത്തിൽ പ്രതികരിക്കുകയാണ്. അതായത് കോടതി വിധികൾക്കെതിരെ, സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ നേരിട്ട് പ്രതികരിക്കാവുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നതല്ലേ അഡ്വക്കേറ്റ് അഭിലാഷ്? സ്മൃതി, ഉപരാഷ്ട്രപതിയുടെ ആണവമുന എന്നുള്ള പ്രയോഗം തീർത്തും അനഭിലഷണീയമാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഉപരാഷ്ട്രപതി ജഡ്ജിമാരെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല നിഷികാന്ത് ദുബെയെ കുറിച്ച്. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച അർഹിക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പോ അനന്തമായിട്ട് ബില്ലുകളിൽ ഒപ്പിടാതെ അത് നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യമൊക്കെ എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും നമുക്ക് കൈയടിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മെല്ലപ്പോക്ക് നയമാണ്. എന്നാകിലും ഉപരാഷ്ട്രപതി ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും വിധേയമാക്കേണ്ടതാണ്. നമ്മുടെ ഈ ഭരണഘടനാ ജനാധിപത്യം എക്കാലവും അത്തരത്തിലുള്ള ചർച്ചകളെ, മാന്യമായിട്ടുള്ള ചർച്ചകളെ പരിപോഷിച്ചിരുന്നു. ഇന്ത്യൻ പാർലമെന്റും സുപ്രീം കോടതിയുമായിട്ടുള്ള സർഗാത്മക സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേശവാനന്ദ ഭാരതി കേസ് വരെയും അതിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വരെയും ഉയർന്നു വന്നത്. 1951 മൂലം നിരന്തരമായിട്ടുള്ള അത്തരത്തിൽ മഹനീയമായ ഒരു രാഷ്ട്രീയ നിയമ സംഘർഷത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭരണഘടനാ ഭൂമിക തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി ഞങ്ങളോട് ഉപദേശം ചോദിക്കണമെന്നാണ്. അങ്ങനെയുള്ള വിഷയം അത് ഓവർ റീച്ച് തന്നെയാണ് സ്മൃതി. എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് അവരുടെ ആത്യന്തികമായിട്ടുള്ള തീരുമാനം എടുത്തതിനെ മാനിച്ചുകൊണ്ട് തന്നെ അതൊരു ഓവർ റീച്ച് ആണെന്നുള്ളത് എന്റെ ഭരണഘടനാ ബോധ്യത്തിൽ പറയാൻ കഴിയും. അങ്ങനെ അവർക്ക് പറയാൻ കഴിയില്ല. കാരണം 143 ക്ലോസ് 1 പ്രകാരം പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം ആരായുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള അധികാരമാണ്. എന്നിരിക്കെ അങ്ങനെ ആരാഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അതിന് മറുപടി കൊടുക്കാൻ ഒരു തരത്തിലുള്ള ബാധ്യതയും ഇല്ല. സുപ്രീം കോടതി അത് കേൾക്കണം. കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കണം. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ രജിസ്ട്രാർ രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയക്കണം. ഇതിനകത്ത് സുപ്രീം കോടതി കേട്ടതിന് ശേഷം സുപ്രീം കോടതിക്ക് വിധി പ്രഖ്യാപിക്കാതെ ഉത്തരവ് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നും ഇല്ല എന്നും കൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പറയുവാൻ കഴിയും. 93 രാമജന്മഭൂമി ബാബറി മസ്ജിദ് റഫറൻസിലും 2004 സത്ലജ് യമുന ലിങ്ക് കനാൽ റദ്ദാക്കിയ പഞ്ചാബിന്റെ ടെർമിനേഷൻ ഓഫ് റിവർ അഗ്രിമെന്റ് ആക്ട് സംബന്ധിച്ചിട്ടുള്ള റഫറൻസിലും ഒന്നും തന്നെ സുപ്രീം കോടതി മറുപടി കൊടുത്തിരുന്നില്ല. അപ്പൊ കോടതിയോട് ആവശ്യപ്പെടുവാനുള്ള അധികാരം പ്രസിഡന്റിന്റെ വിശിഷ്ടാധികാരമാണ്. കോടതി മറുപടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് കോടതിക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കോടതി മറുപടി കൊടുത്താലും അത് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് അത് പ്രസിഡന്റിന് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നിരിക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രസിഡന്റിന് കൊടുക്കുന്നത് തീരുമാനിക്കേണ്ടത് ഒരു 2 അംഗ ബെഞ്ച് ആയിരുന്നില്ല. അതിന്റെ നിയമപരത തീരുമാനിക്കേണ്ടത് 5 അംഗ ബെഞ്ച് ആയിരുന്നു. അത് ഭരണഘടനയുടെ 145(3) പ്രകാരമുള്ള മാൻഡേറ്റ് ആണ്. പറയുമ്പോൾ തന്നെയും ഈ ആണവമുന പോലെയുള്ള പ്രയോഗങ്ങൾ ഒരു തരത്തിലും അഭിലഷണീയമല്ല സ്മൃതി. നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.